ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരു 100 സ്റ്റുഡൻസിനോളം നമുക്ക് പുറത്ത് പോയി ഫെലോഷിപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടെ അത് ഭയങ്കര എനിക്ക് എന്താ പറയുക ഒരു സർക്കാസ്റ്റിക്കായിട്ട് തോന്നിയൊരു കാര്യമാണ്. പക്ഷേ അതൊരു നല്ല കാര്യം കേട്ടോ. കഴിഞ്ഞ 7.5 വർഷമായിട്ടാണ് KSRTC ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതായിരിക്കാൻ കണ്ടുവരുന്നത്. ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ നമുക്ക് ബാലൻസ്ഡ് എന്നുള്ള രീതിയിൽ വേണം പറയാൻ. കാരണം നമുക്കെല്ലാം അറിയുന്ന പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഫിസ്ക്കൽ ഫെഡറലിസത്തിനെ ചൊല്ലി വലിയ രീതിയിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതായത് കേന്ദ്രം പറയുന്നു ഗവൺമെൻറ് പൈസ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, കേരളം പറയുന്നു കൃത്യമായിട്ട് പൈസ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പോപ്പുലിസ്റ്റ് മെഷറിലേക്ക് പോവാതെ എന്നാൽ എല്ലാ കാര്യങ്ങളിലേക്കും കണ്ണെത്തുന്ന രീതിയിലുള്ളൊരു ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇക്കൊല്ലത്തെ ബജറ്റിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് വേണം നമ്മൾ പറയാൻ ആദ്യമായിട്ട്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി ബജറ്റിനെ ഊന്നിയിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലത്താണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളിതിനെ ചർച്ച ആദ്യമായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് ഈ ഗവൺമെൻറ് നമ്മുടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിനെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ട് അംഗീകരിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ഊന്നി സംസാരിക്കുന്നുണ്ട് ഈ ബജറ്റിൽ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ തുടങ്ങിയ അതേ പോയിന്റിൽ നിന്നാണ്. അതായത് സൺറൈസ് ഇൻഡസ്ട്രീസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുകയും അതുപോലെ തന്നെ ടെക്നോളജി കാരണം ഔട്ട്ഡേറ്റഡ് ആയിപ്പോയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കി കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ബജറ്റ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതലായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു നയപരമായ തീരുമാനവും അതുപോലെ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നിയമപരമായിട്ടും അതിനുള്ളൊരു സാധ്യത ഈ സർക്കാർ തുറന്നു വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കാരണം കേരളത്തിൻ്റെ ഒരു ഗ്രോത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിലുള്ളൊരു ബജറ്റ് ആയിരിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ധനമന്ത്രി ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കണ്ട 1-2 നോട്ടബിൾ പോയിന്റ്സ് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളത്തിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടെന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞത്. കൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ റാങ്ക് തന്നെയാണ് കീപ്പ് ചെയ്യുന്നതെന്നും പറഞ്ഞു. 5500 കോടിയോളം രൂപയാണ് വിർച്വൽ ക്യാപിറ്റൽ ഫണ്ടിങ് വഴി ഇതിലേക്ക് ഈ സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ ലീപ് സെൻറ്ററുകൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇപ്രാവശ്യം കണ്ടു. അതായത് വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന 100 മുതൽ 150 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ തൊട്ടടുത്ത് അവനവൻ്റെ സ്ഥലങ്ങൾക്ക് അടുത്തായിട്ട് കുഞ്ഞു കുഞ്ഞു സെൻറ്ററുകൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ പരിപാടി. അതിന് വേണ്ടിയിട്ടും 10 കോടിയോളം രൂപ മാറ്റിവെച്ചതായിട്ട് കണ്ടു. വേറൊരു കോൺട്രഡിക്ഷൻ കണ്ടെന്താണെന്ന് വെച്ചാൽ UDF സർക്കാരിൻ്റെ കാലത്ത് 1500 കോടിയോളമാണ് KSRTC ജീവനക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ ഇവർ 5000-ഓളം കോടി മാറ്റിവെച്ചതായിട്ട് ഇവർ അവകാശപ്പെടുന്നു. പക്ഷേ ഞങ്ങൾ നടത്തിയൊരു സ്റ്റഡിയുടെ ഇതിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 7.5 വർഷമായിട്ടാണ് KSRTC ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതായിരിക്കും കണ്ടുവരുന്നത്. അതായത് മുടക്കം കുറച്ച് അധികമായി കണ്ടുവരുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്തൊരു പോയിൻ്റാണ്. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ അടുത്ത കൊല്ലം മുതൽ കൃത്യസമയത്ത് അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു റെവലേഷനും കൂടി ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനും കാരണമായിട്ട് കേരള ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ധനകാര്യത്തിലുള്ള പിടിമുറുക്കമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടം എന്ന് പറയുന്നത് എപ്പോഴും ചർച്ചയിലോട്ട് വരുന്നൊരു മെയിൻ വിഷയമാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം കിട്ടുന്നില്ല, അല്ലെങ്കിൽ GST ഷെയർ സമയത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ അളവിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് പ്രശ്നങ്ങളായിട്ട് തന്നെ നിൽക്കുമ്പോഴാണ്. അപ്പം നമുക്കിവിടെ ബഡ്ജറ്റിന് മുന്നേ ഒരു പ്രീ ബഡ്ജറ്റ് ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ വന്ന ടീച്ചേഴ്സൊക്കെ പറഞ്ഞൊരു പോയിൻ്റായിരുന്നു നമ്മൾ നോൺ ടാക്സ് റവന്യൂ ആ സോഴ്സുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. അപ്പം അന്ന് അവരിവിടെ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ ലാൻഡ്, ബിൽഡിങ് ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളൊക്കെ വരുമ്പോൾ ഉള്ള അതിൻ്റെ മേലെ വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടീസൊക്കെ പ്രൊപ്പോർഷണലായിട്ടല്ല പോകുന്നതെന്നുള്ള രീതിയിൽ. അപ്പം അതൊക്കെ ഇൻക്രീസ് ചെയ്തായിട്ട് കണ്ടു. അപ്പം അത് നമ്മുടെ നോൺ ടാക്സ് റവന്യൂലോട്ട് കുറച്ചുകൂടി കോൺട്രിബ്യൂഷൻസ് വരുമായിരിക്കും. പിന്നെ ലിക്കറിനുള്ള പ്രൈസ് കൂട്ടിയതായിട്ട് കണ്ടു. അതും ലോങ് ടേമിൽ നമ്മുടെ റവന്യൂലോട്ട് തന്നെയായിരിക്കും കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നോൺ ടാക്സ് റവന്യൂ സോഴ്സുകൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്നത് സംസ്ഥാനത്തിന് ഉള്ളിൽ തന്നെ നികുതി വരുമാനം കണ്ടെത്താനുള്ളൊരു മാർഗ്ഗമായിരിക്കും നമുക്ക്. പിന്നെ ഒരു പുതിയൊരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി പോകും തോറും നമ്മുടെ ഇക്കോണമി ഒരു ഏജ്ഡ് ആ ഒരു ഇക്കോണമി ആയിട്ട് മാറുന്നുണ്ട്. അപ്പം അവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ലൈക്ക് ഒരു പെൻഷൻ മാത്രമല്ലാതെ ഇപ്പം നമുക്കറിയാം 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപയാണ് ഏറിപ്പോയ ഒരു പെൻഷൻ കിട്ടുന്നത്.
അതുകൊണ്ട് മാത്രം എന്തായാലും അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോവുക അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം നോക്കുമ്പം ഇവരുടെ അച്ഛനമ്മമാർ എപ്പോഴും ഇവിടെ തന്നെയാണ്, കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പുതിയൊരു കെയർ ഇക്കോണമി എന്നുള്ള രീതിയിൽ കേരളത്തിൽ അങ്ങനെയുള്ളൊരു എന്താ പറയുക, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അവർക്ക് നല്ലപോലെ ഒരു പ്രകൃതി റിലേറ്റഡ് ആയിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം എന്നുള്ള ഒരു കെയർ ഹോം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന പദ്ധതി എനിക്ക് തോന്നുന്നു വളരെ നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേര് എഡ്യൂക്കേഷന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ക്വാളിറ്റി കുറവായതുകൊണ്ടായിരിക്കുമല്ലോ അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള അക്കാഡമിഷ്യൻസിനെ ചേർത്തൊരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. അത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറയുന്നതും വളരെ കമൻഡബിൾ ആയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവാണ്. ഇല്ല, ഇപ്പം അലീഷ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയ്ക്ക് കൂട്ടി ചേർക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പം പുതിയ അക്കാഡമിഷ്യൻസിനെ വിളിച്ച് പുതിയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു 100 സ്റ്റുഡൻസിനോളം നമുക്ക് പുറത്ത് പോയി ഫെലോഷിപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ കൂടെ അത് ഭയങ്കര എനിക്കെന്താ പറയുക ഒരു സർക്കാസ്റ്റിക്കായിട്ട് തോന്നിയൊരു കാര്യമാണ്. പക്ഷേ അതൊരു നല്ല കാര്യം കേട്ടോ. പുറത്ത് പോയി ചെയ്യണമെന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾക്ക് പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരമാണത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നല്ല ഒരു ഇത് വരുന്നുണ്ട്. നമ്മുടെ കൾച്ചർ, നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറാണ്. അപ്പോൾ അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു തുക തന്നെ മാറ്റിവെച്ചതായിട്ട് ബഡ്ജറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഡയാലിസിസ് യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവന്നതായിട്ട് നാം ഇപ്പം കണ്ടിട്ടുണ്ട്. പുതിയ ബഡ്ജറ്റിൽ അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊഴിലിനെ കുറിച്ച് പറയണ പോലെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 465 കോടിയോളം രൂപ ഇപ്രാവശ്യം വകയിരുത്തിയിട്ടുണ്ട്. അതേപോലെ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആവാസ് എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു 1.25 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സംരക്ഷണവും അത് നിലനിർത്തുന്നതിനെ കുറിച്ച് അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് നോക്കിയിട്ടുണ്ട്. മത്സ്യബന്ധന മേഖലയിലും പിന്നെ തീരദേശ വികസനത്തിനും വേണ്ടിയിട്ട് ഏകദേശം 350 കോടിയോളം ഈ വർഷത്തെ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സേവിങ്സ് കം റിലീഫ് സ്കീം എന്ന് പറഞ്ഞ സ്കീമുണ്ട്. അതിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട് കിട്ടേണ്ട ഓഹരി ഇപ്പോൾ കേരളത്തിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതുകൂടെ കേരള സർക്കാർ കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഏകദേശം 22 കോടിയോളം രൂപ ആണ് അതിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുള്ളത്. പിന്നെ ഈ വാസികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പുനർഗേഹം എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്. അതിന് ഏകദേശം 40 കോടിയോളം ഉണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനേക്കാളും ഏകദേശം ഇരട്ടിയാണ്. അപ്പോൾ അതും തീരദേശവാസികൾക്ക് ഒരു ആശ്വാസകരമാണെന്നാണ്. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി AI അല്ലെങ്കിൽ ML ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ബ്ലെൻഡ് ആക്കിയിട്ടുള്ള കുറച്ചുകൂടെ അതിന് ഫോക്കസ് കൊടുക്കുന്നതായിട്ടുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഡേറ്റ സയൻസ് സ്പെഷ്യലൈസേഷൻ കോഴ്സ് ഉണ്ടെന്നാണ് അറിവ്. അപ്പം അവർക്ക് ഫണ്ട് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മളിവിടെ കുസാറ്റ് ആണെങ്കിൽ ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം R&D വേറെ യൂണിവേഴ്സിറ്റികൾക്കുണ്ട്. ഇപ്പം കുറച്ചുകൂടെ ഫോക്കസ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ സെൻസ് ഡേറ്റ പോയിൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ AIക്ക് അല്ലെങ്കിൽ AI ബേസ്ഡ് കോഴ്സസിന് അവർ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതേസമയം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസിനെ മറന്നു പോകരുത് എന്നൊരു ഇതും കൂടെ ഒരു പോയിൻ്റ് കൂടെ ചേർക്കാനുണ്ട്. കാരണം ഫണ്ട് അലൊക്കേഷൻ ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾക്കുണ്ട്, വേറെ യൂണിവേഴ്സിറ്റീസും കേരളത്തിലുണ്ട്. അപ്പം അവർക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഒന്നുകിൽ കോഴ്സസ് കൊണ്ടുവരിക. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഡേറ്റ സയൻസ് സ്പെഷ്യലൈസേഷനുള്ള കോഴ്സുകളുണ്ട്. അപ്പം ഒന്നുകിൽ അതിനനുസരിച്ച് ഇപ്പം സിമുലേഷനൊക്കെ നടത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡേറ്റ ലാബൊക്കെ കുറച്ചുകൂടെ AI കോഴ്സസ് ഉള്ള ഇടങ്ങളിൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇടങ്ങളിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഒന്നുകിൽ അതുപോലത്തെ സെൻറ്റേഴ്സ് ഇവിടെ തുറക്കുക, എന്നിട്ട് ഫോക്കസ് കൊടുക്കുക. പക്ഷേ ബാക്കി യൂണിവേഴ്സിറ്റീസിനെയും അങ്ങനെ മറന്നു പോകുന്ന ഒരു രീതി ആവരുത്. അങ്ങനെ കണ്ടതുപോലെ തോന്നി. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് അഡീഷൻസ് വരുത്താനായിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്പിറ്റൽസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ കൊല്ലത്തെ ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ എടുത്തു പറഞ്ഞൊരു കാര്യം, കേരളത്തിന് ഒരു മെഡിക്കൽ ഹബ്ബായിട്ട് കൂടി മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹരിപ്രിയ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത്, അതായത് AI ML ആണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പോൾ അതിലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളത് ഇന്ത്യയിൽ. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയിൽ AI സാങ്കേതിക വിദ്യയിലും ലിറ്ററസി ഉറപ്പുവരുത്താനായിട്ട് ഒരു സാക്ഷരതാ ഡ്രൈവ് സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല ഇനിഷ്യേറ്റീവാണ്. കാരണം നമ്മളെപ്പോലുള്ള യുവതലമുറ മാത്രമല്ല,
ഇനി ഇപ്പോൾ ഉള്ള ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും ഇപ്പോൾ തന്നെ ഈ ChatGPT എന്താണെന്ന് കൂടി മനസ്സിലാവാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ജീവിതം ലളിതമാക്കുന്ന ടെക്നോളജീസ് എല്ലാവർക്കും എത്തണം എന്നൊരു ഉദ്ദേശം സർക്കാരിനുള്ളതുകൊണ്ടാണ് ആ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ അപ്ലോഡ് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ കാർഷിക മേഖലയിലേക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന കുറച്ച് പിന്തുണകളാണ്. കാർഷിക മേഖലയിലായാലും അതുപോലെ തന്നെ നമ്മുടെ മത്സ്യബന്ധന മേഖലയിലായാലും സർക്കാർ കുറച്ച് ഫണ്ട്സ് നല്ല രീതിയിൽ തന്നെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം ഉപകാരപ്പെടും എന്നുള്ളത് നമുക്ക് പിന്നീട് നല്ല രീതിയിലുള്ള ഡേറ്റ അനാലിസിസ് ഒക്കെ നടത്തി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്രിമാ ഫേസി നമുക്ക് പറയാം ഒരു നല്ല രീതിയിൽ അലോക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം, ഈ അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്കായിട്ടുള്ള ഈ വേതന നവീകരണവും അതുപോലെ തന്നെ പെൻഷൻ കാരണങ്ങളും, ഇപ്പോൾ ഞാൻ കണ്ടത് ഈ പത്രപ്രവർത്തകർക്കും എല്ലാവർക്കുമായിട്ടുള്ള ഇൻഷുറൻസ് സ്കീമും കൂടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അധികം ഗവൺമെൻറ്റ്സ്, അതായത് ബാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഫോക്കസ് ചെയ്യാത്തൊരു ലേബർ ആസ്പെക്റ്റ് കേരള ഗവൺമെൻറ് നോക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. പിന്നീട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ അംഗനവാടികളുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് സർക്കാർ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം സ്ട്രക്ചറൽ ഇൻഎഫിഷ്യൻസി ഉണ്ട്. പക്ഷേ അതിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് കൂടുതൽ ഫണ്ട്സ് അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ IT ഹബ്സ് തുടങ്ങുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ വന്നുള്ളൂ. ഈ സ്ട്രക്ചറൽ ഇൻഎഫിഷ്യൻസിനെ മറികടക്കുന്ന രീതിയിൽ ബജറ്റിലൊന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല. പിന്നീട് ആദ്യത്തെ പോയിന്റിൽ ഡെനിമോൾ പറഞ്ഞ പോലെ ടാക്സ് റവന്യൂവിൽ കൂടുതൽ ഫോക്കസ് നടത്തിയെന്ന് നമുക്ക് പ്രൈമ ഫേസി തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ആരോപണമാണ് കേരളത്തിൻ്റെ റവന്യൂ മൊത്തം വരുന്നത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും ഉള്ളതെന്നാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്കത്തിൽ വരുന്ന ഒരു നടപടിയാണ് ഈ പറഞ്ഞ ലിറ്ററിന് 10 രൂപ വെച്ച് കൂട്ടുക എന്നുള്ളത്. അതും പക്ഷേ എക്കണോമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലാസ്റ്റിക് ആയിട്ടുള്ള ഗുഡ്സിന് നമ്മൾ ടാക്സ് കൊടുക്കുമ്പോഴാണ് ഇത് വരിക. അപ്പോൾ മദ്യം കൺസ്യൂം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഗുഡാണ്. അതായത് വില കൂടിയാലും അവർക്കത് കൂടിയേ തീരും എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ അപ്രോച്ചിൻ്റെ ആവശ്യം വരുന്നത്. നമ്മൾ ട്രഡീഷണലായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റാമ്പ് ഡ്യൂട്ടീസോ അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഈ ഇടയ്ക്ക് വന്ന AI ക്യാമറ നല്ല വിവാദമായിരുന്നു. അതിൽ ഫൈനൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈൻ കൂട്ടുന്ന സമയത്തും അതും സർക്കാരിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഫൈൻ കൂട്ടുക, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടീസ് കൂട്ടുക, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ വില കൂട്ടുക, ലോട്ടറിയുടെ ചിലവ് കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലാതെ ഒരു വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് ടാക്സ് റവന്യൂ നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട്. അതിലേക്കുള്ളൊരു കാര്യമായിട്ടുള്ള സ്റ്റഡി നടത്തുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടുള്ള ത്വര ഈ സർക്കാർ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു വലിയ വിമർശനം തന്നെയാണ്. കാരണം നമുക്ക് നികുതിയേതര വരുമാനത്തിലൂടെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന കടത്തിലുള്ള ആശ്രയം തന്നെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അതായത് കേരളത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയൊന്നുമില്ല, നമുക്കൊരു കുറച്ച് ഫിസിക്കൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ അതിന് ഈ സർക്കാരും കൂടെ ഒന്ന് മനസ്സ് വെക്കണം. അതിൽ പിന്നെ ഈ ധൂർത്തിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരള ക്യാൻ ഗ്രോ അറ്റ് എ മച്ച് ഫാസ്റ്റർ റേറ്റ്.